നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ വന്നിട്ട് ഒരു പ്രസംഗം നടത്തി കേട്ടോ. വലിയൊരു രാഷ്ട്രീയ പ്രസംഗം. അതിനകത്ത് അദ്ദേഹം വളരെ ദുഃഖാകുലനായി ഈ ഒരു ഈ ക്രൈസ്തവ സമൂഹത്തോടുള്ള അനീതിയെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു. അനീതി എന്ന് പറയുന്നത് ഇവിടെ ഈരാറ്റുപേട്ടയിലുണ്ടായ ഒരു ചെറിയ ട്രിവിയലായിട്ടുള്ളൊരു സംഭവമാണ്. അതൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറയേണ്ട കാര്യമെന്നുള്ളതല്ല. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യമാണ്. അത് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇത് കുറേ പിള്ളേർ പോയി കളിക്കുക ഏതാണ്ടൊക്കെ ചെയ്തു. അതിന് പല കേസുണ്ടെങ്കിൽ കേസെടുക്കട്ടെ, ഇതൊക്കെ നടക്കട്ടെ, അത് വേണം. അഥവാ ആരെങ്കിലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അവിടെ അതിക്രമിച്ച് കയറുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി ശക്തമായിട്ട് തന്നെ എടുക്കണം. അതിന് സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ആ പുരോഹിതനെ ഉപദ്രവിക്കുകയും കണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടി വേണം, അത് നിർബന്ധമാണ്. പക്ഷേ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ എത്ര പള്ളികളാണ് തകർക്കുന്നത്, ക്രിസ്ത്യൻ പള്ളികൾ, ആരെയൊക്കെ ഉപദ്രവിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. അതിനെക്കുറിച്ച് ഒരക്ഷരം അദ്ദേഹം പറയുന്നുണ്ടോ? ഇല്ല. അതുപോലെ അദ്ദേഹത്തിന് ഇത്രയും സങ്കടം വന്നല്ലോ. മണിപ്പൂരിൽ എത്ര ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. ഏതാണ്ട് ക്രിസ്ത്യൻ പള്ളികൾ 350-ൽ പരം ക്രിസ്ത്യൻ പള്ളികൾ, ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു, ചുട്ടുകരിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് എന്താ അദ്ദേഹം പ്രതികരിക്കാത്തതും സങ്കടപ്പെടാത്തതും? മാത്രമല്ല, ആ സ്റ്റേറ്റ് ഒന്ന് സന്ദർശിക്കാൻ അദ്ദേഹം ഒരു എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അതിൻ്റെ അടുത്ത് പോയിട്ട് വന്നല്ലോ, എന്നിട്ടും അങ്ങോട്ടുള്ള വഴി മറന്നുപോയല്ലോ അദ്ദേഹം. അപ്പോൾ ഈ പറയുന്നത് വോട്ടിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്, ഇവരെ കൂടെ നിർത്താൻ വേണ്ടിയാണ് എന്ന് ഇവരെങ്കിലും ഒന്ന് തിരിച്ചറിയണ്ടേ? അത് തിരിച്ചറിയത്തില്ല. ഇതങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടാണ്, ഇനി ഞങ്ങൾ ഇതാണ്, ഈ രീതിയിലേക്ക് വരും. ഇലക്ഷൻ വന്നപ്പോഴാണല്ലോ ഇതെല്ലാം വരുന്നത്. ബാക്കി കാര്യങ്ങളിലൊന്നും ഈ ശ്രദ്ധയൊന്നും കാണുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ ഇത് ഒരു വർഗീയ പ്രീണനം എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തോട്ട് ഒരു ആത്മാർത്ഥതയും ഇല്ല. അതാണ് അതിനകത്തെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറരുത്. അദ്ദേഹം ശരിയാണ്, BJP വഴി വന്ന ആളാണ്, പക്ഷേ അത് കാര്യം ശരിയാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് വേണ്ടിയത്. കാരണം എല്ലാ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്, അല്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും പ്രധാനമന്ത്രിയാണ്, BJPയുടെ പ്രധാനമന്ത്രി അല്ല. അതുകൊണ്ട് അതിനുവേണ്ടി വോട്ട് പിടിക്കാനായിട്ട് ഈ പ്രീണനങ്ങൾ ഇങ്ങനെ നടത്തരുത്. പിന്നെ അടിക്കടി ഇവിടെ വന്ന് അദ്ദേഹം ഇത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ അത് ആ പാർട്ടിയെ ബലപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കാരുണ്ടല്ലോ, അല്ലെ അതിന് ചുമതലയുള്ള ആളുകളെ വിടണം. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ. അദ്ദേഹം ഈ രീതിയിൽ വന്ന് ഈ രീതിയിൽ രാഷ്ട്രീയം മാത്രമായിട്ടുള്ള ആ പ്രചരണം നടത്തുന്നത് ശരിയാണെന്ന് എനിക്കൊരു നിഷ്പക്ഷമതിയായിട്ടുള്ള ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കാരണം ഈ പ്രഖ്യാപനങ്ങളിൽ എന്തെങ്കിലും അദ്ദേഹം കേരളത്തിൽ വരുന്നത് നല്ലതാണ്. കേരളത്തിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും, അത് നല്ലതാണ്. അത് വരട്ടെ, കിട്ടാനുള്ളത്. ഇവിടെ വന്നു അദ്ദേഹം ഇതൊക്കെ പ്രസംഗിച്ചു. ഇവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് എന്താ അദ്ദേഹം പറയാത്തത്? ഇവിടെ ശ്രീ പിണറായി വിജയൻ്റെ പേരിലും ശ്രീമതി വീണ വിജയൻ്റെ പേരിലും ഉണ്ടായിരുന്ന പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ED ഇപ്പോൾ ഏതാണ്ടങ്ങ് വന്ന അന്വേഷണം അങ്ങ് നടത്തി, അതുപോലെ SFIO ഏതാണ്ടങ്ങ് നടത്തി വളരെ അങ്ങ് ഇപ്പോൾ പൊളിച്ച് റെഡിയാക്കുമെന്ന് പറഞ്ഞു വന്നല്ലോ. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് ഒതുക്കുമെന്ന്. ഇപ്പം അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അത് കൊടുമ്പിരിക്കൊണ്ടിരുന്നപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണം വന്നു കേട്ടോ. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണവും അത് CBIക്ക് വിട്ടതോടുകൂടി അതിനകത്തുള്ള നടന്നേക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം ഏതാണ്ട് അവിടെ അങ്ങ് ഒടുങ്ങി, മതിയായി. ഇനി അത് കഴിഞ്ഞുടനെ ഇപ്പോൾ താണ്ടെ ഷോജു എന്ന് പറയുന്ന ആളുടെ തൂങ്ങി വരണം ഏതാണെന്നറിയോ? അതായത് ഈ വിധികർത്താവായിട്ട് കേരള സർവകലാശാലയിലെ കലോത്സവത്തിനുണ്ടായിരുന്ന ആള്, ആ രീതിയിലേക്ക് അതങ്ങോട്ട് മാറി. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഈ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഇലക്ട്രൽ ബോണ്ട് കയറി വന്നു. അതും വന്നതിന് ശേഷം എന്താ പിന്നെ അടുത്ത് വന്നേക്കുന്നത്? CAA നടപ്പാക്കുന്നതിൻ്റെ റൂൾസ് വന്നു. പണ്ട് ഇവിടെ കടയടയ്ക്കരുത്, കട തുറക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ പറയുന്നത് എന്താ? അതായത് ഈ സമ്മേളനം നടക്കുമ്പോൾ, ഇതിനകത്ത് പ്രക്ഷോഭ സമ്മേളനം അന്ന് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉള്ള പ്രശ്നങ്ങളെതിരായിട്ട് ഉണ്ടാക്കിയത് ആരാണ്? അന്ന് ഇന്നത്തെ കേരള ഗവൺമെൻറ്റാണ് അതിന് ഒരുപാട് തടസ്സം സൃഷ്ടിക്കാൻ ചെയ്തത്, വ്യാപാരികൾക്കെതിരെ പ്രയോഗിച്ചത്. ഞാനത് വിശദമായിട്ട് പറയുന്നില്ല, കാരണം അത് ജനങ്ങളൊക്കെ മറന്നുപോകും, ഇതൊക്കെ മറന്നുപോയിട്ടുണ്ട്. എല്ലാ ഗുണങ്ങളും ജനങ്ങൾക്ക് ഏതാണ്ട് ചെയ്തു എന്നുള്ളതാണ്. എത്ര കേസുകൾ അവരുടെ പേരിൽ എടുത്തു? ഇതിനകത്ത് പറയുന്നത് എന്താ? ആ കേസുകൾ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അവർ അപേക്ഷ കൊടുക്കണം. ആരാ അപേക്ഷ കൊടുക്കണ്ടേ? അതിൻ്റെ പേരിൽ എടുത്തേക്കുന്ന കേസുകൾ പിൻവലിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്. കാരണം ഇതിന് എതിരായിട്ട് നിൽക്കുന്നു എന്നല്ലേ നിലപാട്.
എതിരായിട്ട് നിൽക്കുന്ന നിലപാടുണ്ടെങ്കിൽ അതിന് പ്രക്ഷോഭം നടത്തിയിട്ടുള്ള ജനങ്ങളുടെ പേരിൽ കേസെടുത്തേക്കുന്നത് വല്ല അക്രമ പ്രവർത്തനം നടത്തിയാൽ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് വേണം. ആരെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചാൽ അത് വേണം, അതിന് നടപടി വേണം. വേണ്ടെന്നൊന്നും പറയുന്നില്ല. ഇല്ലെങ്കിൽ ഈ പ്രക്ഷോഭം നടത്തിയതിന് അനാവശ്യമായി കേസെടുത്തേക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട് ബന്ധപ്പെടുന്നത്. ആ കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല. എന്നിട്ടാ പറയുന്നത് ഞങ്ങൾ ഇവിടെ അത് ചെയ്യത്തില്ല, ഇത് ചെയ്യത്തില്ല, CAA അങ്ങനാണ് ഇങ്ങനാണ്, കോൺഗ്രസ് എന്താണ് ഇതിനെതിരെ പറയാത്തത്, അത് എതിരെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഇതൊക്കെ പറയുന്നത്. ഇത് പക്ഷേ ഇവിടെ അതുപോലെ ഇത് വന്നല്ലോ. അങ്ങനെ വന്നപ്പോൾ എന്താ, ഈ അഴിമതിയെല്ലാം അങ്ങ് മുങ്ങി. ഈ അഴിമതിയെല്ലാം അടിയിലായി. ഇപ്പം അതിന് മേളിൽ വേറെ പ്രശ്നങ്ങൾ വന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയാമല്ലോ ഇത് പറയാൻ. ഈ ചെറിയ കാര്യം, അതായത് ഇവിടുത്തെ പുരോഹിതനെതിരെ ഉണ്ടായ ഒരു ക്രിസ്തീയ പുരോഹിതനെതിരെ ഏതാണ്ട് ഉണ്ടായി, അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. ആ പറഞ്ഞ കൂട്ടത്തിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് മാത്രം പറഞ്ഞില്ല? ഇവിടെ നടക്കുന്ന കരിമണൽ കൊള്ളയെക്കുറിച്ച് എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഈ നീക്കുപോക്കുകൾ രാഷ്ട്രീയമായിട്ട് ഇത് പരസ്പരമുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമാണിതൊക്കെ. ബാക്കിയൊക്കെ ഈ ED അയക്കുന്നതും SFIO ഒക്കെ അയക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. അത് മനസ്സിലാക്കിയത് ഇല്ല, പണം പിടിക്കല്ലോ. അതായത് ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാക്കാനായിട്ട് ED അങ്ങോട്ട് അയക്കുമല്ലോ. EDയുടെ അന്വേഷണം കഴിഞ്ഞ് കിട്ടും, അതിന് തൊട്ട് മുമ്പും കിട്ടും പണം എന്ന് പറഞ്ഞതുപോലാണ് ഇവരുമായിട്ട് നീക്കുപോക്കുണ്ടാക്കാനും ഇവരെ അതിനകത്ത് വരുതിയിൽ കൊണ്ടുവരാനും ആയിട്ട് വേണ്ടത്. ഇതുപോലെ ED അയക്കുക, SFIO അയക്കുക, ഈ രീതിയിലേക്ക് പോയി കാര്യങ്ങൾ. അതേ ഉള്ളൂ. അഴിമതി നടത്തുന്നവൻ എന്നും രക്ഷിക്കപ്പെടും, അവരെ പരിരക്ഷിക്കും. അതാ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ BJP ഗവൺമെൻറ് തന്നെ പറയട്ടെ, എന്തുകൊണ്ട് ഇതിന് നടപടി അവർ സ്വീകരിക്കുന്നില്ല, എടുത്തില്ല? എന്തുകൊണ്ടാണ്? അത് അന്വേഷണം നടക്കല്ലേ എന്ന് ക്ലീനായിട്ട് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റും. അത് അന്വേഷണം നടക്കല്ലേ, പറയാം. ശരിയാണ്, അങ്ങ് നടന്നുകൊണ്ടിരിക്കും അന്വേഷണം. മൂക്കി പല്ല് കിളിക്കുന്നവരെ അന്വേഷണമാണ്. അതിന് എന്ന് കിളിക്കുമെന്നുള്ളത് നോക്കിയിരുന്നാൽ മതി. അതാണ് നടക്കാൻ പോകുന്നത്.